റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനിൽ കൊല്ലപ്പെട്ട റഷ്യൻ സൈനികരുടെ വിധവകളുടെയും മാതാപിതാക്കളുടെയും മുന്നിൽ നിന്നു അവരുടെ മുഖങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട റഷ്യൻ സൈനികരെക്കുറിച്ചുള്ള നിശബ്ദമായ ദുഃഖം നിഴലിച്ചിരുന്നു. ദൃഢനിശ്ചയത്തോടെ പുടിൻ പ്രഖ്യാപിച്ചു, റഷ്യ പിന്മാറില്ല, നമ്മുടെ ഭൂമിയുടെ ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യുദ്ധമുഖത്തിലെ കാഹളം പോലെ മുഴങ്ങി. നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു പുടിൻ. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന വ്യക്തമായ സന്ദേശവും റഷ്യയുടെ ശക്തനായ പ്രസിഡന്റ് ലോകത്തിന് നൽകി. വിദേശകാര്യമന്ത്രി സെർഗേവ് ലാവ്റോയും ഞെട്ടിപ്പിക്കുന്ന മുന്നറിയിപ്പ് നൽകി. യുക്രൈനിൽ യൂറോപ്യൻ സമാധാന സേനയുടെ ഏതൊരു നീക്കവും യുദ്ധമായി കണക്കാക്കും. എന്നുവെച്ചാൽ അടങ്ങി ഒതുങ്ങി നിൽക്കുക, ഇല്ലെങ്കിൽ അടിച്ചൊതുക്കുമെന്നർത്ഥം. ലാവ്റോവിനോട് റഷ്യ യൂറോപ്യൻ സമാധാന സേനയെ ഉൾക്കൊള്ളുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഒരിക്കലുമില്ല, ഇത് വിട്ടുവീഴ്ചയല്ല, ഇത് ചർച്ചയല്ല, സമാധാനത്തിൻ്റെ വേഷം ധരിച്ച ശത്രുതയാണ്. നാറ്റോ ഞങ്ങളുടെ നേർക്ക് യുദ്ധ ചുവടുകൾ വയ്ക്കുകയാണ്. ഇത് നാറ്റോയുടെ ആക്രമണമാണ്, ഞങ്ങളിത് അനുവദിക്കില്ല. ലാവ്റോവ് നയം വ്യക്തമാക്കി. US യുക്രൈനുള്ള സൈനിക സഹായം പെട്ടെന്ന് മരവിപ്പിച്ചു. രഹസ്യ വിവര വിനിമയങ്ങൾ നിശബ്ദമായി. എല്ലാം ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം നടന്ന് ആഴ്ചകൾക്കുള്ളിൽ സംഭവിച്ചു. ഒരു റഷ്യൻ പത്രം US-നെ റഷ്യയുടെ പങ്കാളി എന്നാണ് വിശേഷിപ്പിച്ചത്. സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റ്, ശത്രു മിത്രമായി, മിത്രം ശത്രുവും. അതിനിടെ റഷ്യൻ മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും യുക്രൈനെ സംരക്ഷിക്കാനുള്ള പദ്ധതി യൂറോപ്യൻ രാജ്യങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. സ്കൈ ഷീൽഡ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. 120 ഫൈറ്റർ ജെറ്റുകളാണ് യുക്രൈന് സുരക്ഷ ഒരുക്കാൻ പോകുന്നത്. യുക്രൈനിലെ 3 പ്രവർത്തനക്ഷമമായ ആണവ വൈദ്യുത നിലയങ്ങൾ, ഒഡേസ തുടങ്ങിയ തന്ത്രപ്രധാന സ്ഥലങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഈ പദ്ധതിയിൽ യുക്രൈൻ്റെ യുദ്ധമുഖങ്ങളോ കിഴക്കൻ പ്രദേശങ്ങളോ ഉൾക്കൊള്ളുന്നില്ല. സ്കൈ ഷീൽഡ് നാറ്റോയുടെ ഭാഗമല്ല, സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുക. യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടയിലാണ് പദ്ധതി വരുന്നത്. എന്നാൽ യൂറോപ്പിൻ്റെ ഈ പദ്ധതിയുടെ അപകട സാധ്യതകളെക്കുറിച്ചും വിദഗ്ധർ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഈ നിർദ്ദേശം യൂറോപ്യൻ രാജ്യങ്ങളെ റഷ്യയുമായി നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന ആശങ്കയാണുള്ളത്. സ്കൈ ഷീൽഡിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചും ലോകത്തിന് കൗതുകമുണ്ട്. യുക്രൈനിൽ 120 ഫൈറ്റർ ജെറ്റുകൾ എങ്ങനെയാവും വിന്യസിക്കുക? അവ നിരന്തരം പറക്കുമോ? ഇങ്ങനെ വിവിധ വിശകലനങ്ങളാണ് ഇതിനെക്കുറിച്ച് നടത്തുന്നത്. വ്യോമ പ്രതിരോധം ജെറ്റുകൾ മാത്രമല്ലെന്നും ഇത് റഡാർ, മിസൈൽ പ്രതിരോധം, ഏകോപനം എന്നിവ ഉൾപ്പെടുന്ന ഒരു സമഗ്ര സംവിധാനമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. ഒരു യൂറോപ്യൻ ജെറ്റിനെ റഷ്യ വെടിവെച്ചിട്ടാൽ എന്ത് സംഭവിക്കും? വിദഗ്ധർ ഇങ്ങനെയൊരു ചോദ്യവും ഉയർത്തുന്നുണ്ട്. ഒരു തെറ്റായ നീക്കം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും നയിച്ചേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട്.